എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിബേറ്റ് ആൻഡ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ പോളിസീസ് ഇൻ ഇന്ത്യ എന്താണ്. ഇൻട്രൊഡക്ഷൻ. ഇന്ത്യ ഈസ് എ മൾട്ടിലിംഗ്വൽ കൺട്രി വിത്ത് ഓവർ 1600 ലാംഗ്വേജസ് ആൻഡ് ഡയലക്ട്സ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. 1600ഓളം ഭാഷകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ചോയ്സ് ഓഫ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ സ്കൂൾ ഹാസ് ബീൻ എ ടോപ്പിക് ഓഫ് കണ്ടിന്യൂസ് ഡിബേറ്റ്. സ്കൂളുകളിലെ പഠന മാധ്യമം തിരഞ്ഞെടുക്കുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ്. എഡ്യൂക്കേഷൻ പോളിസി ഡിസിഷൻസ് ഓൺ ലാംഗ്വേജ് ഇമ്പാക്റ്റ് ലേണിംഗ് ഔട്ട്കംസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് നാഷണൽ ഇൻറ്റിഗ്രേഷൻ. ഈ ഭാഷാ വിദ്യാഭ്യാസ നയ തീരുമാനങ്ങളിൽ ലേണിംഗ് ഔട്ട്കംസിൽ അതുപോലെ തന്നെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയിൽ നാഷണൽ ഇൻറ്റിഗ്രേഷനിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് ഇറ, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ബൈ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് ഇംഗ്ലീഷായിരുന്നു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള സമയത്ത് എഫേർട്സ് ടു പ്രൊമോട്ട് റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ഹിന്ദി ആസ് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ, അതായത് മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹിന്ദി അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ എഫേർട്സ് നടന്നിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മദർ ടങ് എഡ്യൂക്കേഷൻ ഫോർ ഏർലി ലേണിംഗ്. കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് മാതൃഭാഷയിലൂടെയുള്ള എഡ്യൂക്കേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ടൈമായിരുന്നു അപ്പോൾ. ഇനി നെക്സ്റ്റ് പറയണത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷുഡ് എഡ്യൂക്കേഷൻ ബി ഇമ്പാർട്ടഡ് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ഓർ റീജിയണൽ ലാംഗ്വേജ്? എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ മറ്റു പ്രാദേശിക ഭാഷകളിൽ വേണമെന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം വ്യൂഡ് ആസ് എ ഗേറ്റ് വേ ടു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്നത് ഒരു ആഗോള അവസരങ്ങളിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. മദർ ടങ് മീഡിയം ലിങ്ക്ഡ് ടു ബെറ്റർ കോംപ്രഹെൻഷൻ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. മാതൃഭാഷ എന്ന് പറയുന്നത് ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അതുപോലെ ബെറ്റർ കോംപ്രഹെൻഷനും കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനും ഒരു വേ ആയിട്ടാണ് കാണുന്നത്. ചാലഞ്ചസ്, അതിൽ വെല്ലുവിളികൾ പറയുന്നത് സോഷ്യൽ ആസ്പിറേഷൻ ഫോർ ഇംഗ്ലീഷ്, ലാക്ക് ഓഫ് റിസോഴ്സസ് ഇൻ ലോക്കൽ ലാംഗ്വേജസ്. ഇംഗ്ലീഷ് എന്ന ഭാഷയോടുള്ള ഒരു സോഷ്യലായിട്ടുള്ള ഒരു ആസ്പിറേഷൻ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് റിസോഴ്സസ് ഇൻ ലോക്കൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകളിലുള്ള റിസോഴ്സസിൻ്റെ അഭാവം, അതൊക്കെയാണ് ഇതിലെ ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്. അടുത്തത് പറയുന്നത് എഡ്യൂക്കേഷണൽ പോളിസീസ് ആൻഡ് ലാംഗ്വേജ്. എഡ്യൂക്കേഷൻ പോളിസീസിനെ കുറിച്ചും അതുപോലെ ഭാഷയെ കുറിച്ചിട്ടുമാണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, 1986, 1992. ഇത് പറയുന്നത് പ്രൊമോട്ടഡ് 3 ലാംഗ്വേജ് ഫോർമുല. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968ഉം 1986ഉം 1992ഉം 3 ലാംഗ്വേജ് ഫോർമുലേനെ എന്നുള്ളൊരു കൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 NCF എന്ന് പറയുന്നത് എംഫസൈസ് ലേണിംഗ് ഇൻ ദ മദർ ടങ്. അവർ പറഞ്ഞിട്ടുള്ളത് മാതൃഭാഷയിലൂടെ ലേൺ ചെയ്യണതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. NEP 2020 എൻകറേജസ് മദർ ടങ് ഓർ റീജിയണൽ ലാംഗ്വേജസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അൺടിൽ grade 5, പ്രിഫറബിളി ടിൽ grade 8. NEP 2020 പറയുന്നത് എൻകറേജ് ചെയ്യുന്നത് എന്തിനാ, മദർ ടങ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് എടുക്കണം എന്നാണ് NEP പറയുന്നത്, 2020 പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ 3 ലാംഗ്വേജ് ഫോർമുല. അതിൻ്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊമോട്ട് നാഷണൽ യൂണിറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. നാഷണൽ യൂണിറ്റി അതുപോലെ തന്നെ ഭാഷാ വൈവിധ്യവും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലാംഗ്വേജസ് എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് ഓർ മദർ ടങ്. ആദ്യത്തെ പറയുന്നത് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷയാണ്. രണ്ടാമത്തെ പറയുന്നത് ഹിന്ദി ഓർ അനദർ ഇന്ത്യൻ ലാംഗ്വേജ്, ഹിന്ദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യൻ ഭാഷ. മൂന്നാമതായിട്ട് പറയുന്നത് ഇംഗ്ലീഷ് ഓർ ഫോറിൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ വിദേശ ഭാഷയാണ് മൂന്നാമതായിട്ട് ഈ 3 ലാംഗ്വേജ് ഫോർമുലയിൽ പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ വേരീസ് അക്രോസ് സ്റ്റേറ്റ്സ് ഡ്യൂ ടു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡിഫറൻസസ്. നെക്സ്റ്റ് പറയുന്നത് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്താണെന്നാണ് ഡെഫിനിഷനായിട്ട് പറയുന്നത്. യൂസിങ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ആസ് മീഡിയം ഓഫ് ലേണിംഗ് ഇൻ ദ ക്ലാസ് റൂം.
എന്താ പറയേണ്ടത്, ഒന്നിലധികം ഭാഷകൾ ക്ലാസ് റൂമിൽ ഒരു മീഡിയം ഓഫ് ലേണിംഗ് ആയിട്ട് യൂസ് ചെയ്യണതിനെയാണ് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയണത്. ബെനിഫിറ്റ്സ്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് സ്ട്രെങ്തൻസ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു ആശയപരമായ ധാരണയെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. എൻഹാൻസസ് ലിറ്ററസി ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ഒന്നിലധികം ഭാഷകളിൽ സാക്ഷരത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രിസർവ്സ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഭാഷാപരവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ ഒരു ഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നു. എക്സാമ്പിളായിട്ട് പറയുന്നത് ഒഡീഷാസ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ പ്രൊജക്ട് ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്, ആദിവാസി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒഡീഷയുടെ ഒരു മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ പദ്ധതിയാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ചാലഞ്ചസ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ, ഇത് നടപ്പാക്കുന്നതിനുള്ള വെല്ലുവിളികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഷോർട്ടേജ് ഓഫ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ് പ്രൊഫിഷ്യൻറ്റ് ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ഒന്നിലധികം ഭാഷകളിൽ ഒരു ക്വാളിഫിക്കേഷനുള്ള ടീച്ചേഴ്സിൻ്റെ കുറവാണ് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്, അതായത് ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസ് പ്രാദേശിക ഭാഷയിൽ ഇവയുടെയൊക്കെ ഒരു അവൈലബിലിറ്റി ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. പാരൻ്റൽ പ്രിഫറൻസ് ഫോർ ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ, അതായത് രക്ഷിതാക്കൾ മുൻഗണന പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷനോടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പോളിസി കൺസിസ്റ്റൻസീസും, അതായത് ഭരണപരവും നയപരവുമായ പൊരുത്തക്കേടുകൾ പറയുന്നുണ്ട്. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെൻറ്റ് സിസ്റ്റം, നിലവാരമുള്ള മൂല്യനിർണ്ണയ സംവിധാനങ്ങളുടെ അഭാവമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇനാഡ്യൂക്കേറ്റ് ടീച്ചിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ MLE, അതായത് ഈ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷന് വേണ്ട അധ്യാപക പരിശീലന നടപടികൾ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള നടപടികളാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ആദ്യത്തെ പറയുന്നത് ടീച്ചേഴ്സ് മസ്റ്റ് ബി ട്രെയിൻഡ് ഇൻ മൾട്ടിലിംഗ്വൽ പെഡഗോഗി, ടീച്ചേഴ്സിന് ഒരു നന്നായിട്ടൊരു ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിൽ ടീച്ചേഴ്സിന് നന്നായിട്ട് ട്രെയിനിങ് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് കരിക്കുലം ഡിസൈൻ ഷുഡ് ഇൻറ്റിഗ്രേറ്റ് ലോക്കൽ ലാംഗ്വേജ് റിസോഴ്സസ്, ഈ പാഠ്യപദ്ധതി രൂപകൽപ്പന പ്രാദേശിക ഭാഷാ വിഭവങ്ങൾ സംയോജിപ്പിക്കണം എന്നാണ് രണ്ടാമത്തെ ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രിലിംഗ്വൽ ലേണിംഗ് മെറ്റീരിയൽസ്, ത്രിഭാഷാ പഠന മെറ്റീരിയൽസിൻ്റെ വികസനം വേണമെന്നാണ് മൂന്നാമത്തായിട്ട് പറയുന്നത്. നാലാമതായി പറയുന്നത് അസസ്മെൻറ്റ് മോഡൽസ് മസ്റ്റ് ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസീസ്, മോഡലുകളുടെ വിലയിരുത്തൽ ഒന്നിലധികം ഭാഷകളിലൂടെ വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എൻകറേജ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ടു പ്രിസർവ് ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി, ഭാഷാപരമായ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണമെന്നാണ് പറയുന്നത്. പോളിസി മസ്റ്റ് ബാലൻസ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ കോമ്പിറ്റൻസീസ്, ഈ ഒരു നയം ലോക്കൽ ആൻഡ് ഗ്ലോബൽ കോമ്പിറ്റൻസീസിനെ ബാലൻസ് ചെയ്യണമെന്നാണ് പറയണത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കറൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയണത്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് NEP 2020 റിവൈവ്ഡ് ഫോക്കസ് ഓൺ മദർ ടങ് എഡ്യൂക്കേഷൻ. NEP 2020 ഈ മദർ ടങ് എഡ്യൂക്കേഷൻ, അതായത് മാതൃഭാഷ പഠനത്തിന് കൂടുതൽ ഫോക്കസ് നൽകിയെന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്, അതായത് ലാംഗ്വേജ് ലേണിങ്ങിനായിട്ട് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നു. എക്സാമ്പിൾ ഈ പാഠശാല ദീക്ഷ എന്ന് പറയുന്ന ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നു. റീജിയണൽ ഗവൺമെൻറ്റ്സ് പ്രൊമോട്ടിംഗ് ബൈലിംഗ്വൽ ഓർ ട്രിലിംഗ്വൽ പ്രോഗ്രാംസ്, റീജിയണൽ ഗവൺമെൻറ് ഈ ബൈലിംഗ്വലും ട്രിലിംഗ്വലും ആയിട്ടുള്ള പ്രോഗ്രാംസിന് പ്രൊമോട്ട് ചെയ്തു കൂടുതലായിട്ട്. ഗ്രോവിങ് ഡിമാൻഡ്സ് ഫോർ ബാലൻസ്ഡ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ മോഡൽസ്, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ മോഡൽസിന് ഡിമാൻഡ് കൂടിത്തുടങ്ങി.
നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഓവറോൾ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിബേറ്റ് റിഫ്ലെക്ട്സ് ദ ടെൻഷൻ ബിറ്റ്വീൻ ഗ്ലോബൽ ആസ്പിറേഷൻസ് ആൻഡ് ലോക്കൽ ഐഡൻറ്റിറ്റീസ്. ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിബേറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ടെൻഷൻ ബിറ്റ്വീൻ ഗ്ലോബൽ ആസ്പിറേഷൻസ്, ആഗോള തരത്തിലുള്ള ആസ്പിറേഷൻസ് ആൻഡ് ലോക്കൽ ഐഡൻറ്റിറ്റീസ് തമ്മിലുള്ളൊരു ടെൻഷനെയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടെൻഷൻ ബിറ്റ്വീൻ ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട്സ് ഇൻക്ലൂഷൻ ആൻഡ് ഇക്വിറ്റി. മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഷനെയും അതുപോലെ തന്നെ ഇക്വിറ്റി തുല്യതയെയും പ്രൊമോട്ട് ചെയ്തു. ഫ്യൂച്ചർ പോളിസീസ് മസ്റ്റ് ബാലൻസ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി വിത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അത് പറയുന്നത് ഫ്യൂച്ചർ പോളിസീസ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീനെ ക്വാളിറ്റി എഡ്യൂക്കേഷനോട് കൂടിയിട്ട്, അതായത് ഭാവി നയങ്ങൾ ഭാഷാ വൈവിധ്യത്തെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തെയും ഒരു ബാലൻസ് ആക്കി കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ത്രീ ലാംഗ്വേജ് ഫോമുലേനെയും ഫോക്കസ് ചെയ്തിട്ടാണ് പറയണത്. ഇനി MCQ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാംഗ്വേജസ് ആർ ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ 18, ബി 21, സി 22, ഡി 25. ആൻസർ എന്ന് പറയുന്നത് 22 ആണ്. Second question, the National Education Policy NEP 2020 recommends using the mother tongue as the medium of instruction up to which grade? Option A grade 3, option B grade 5, option C grade 8, option D grade 10. Answer option B grade 5. Third question, the three language formula was first introduced in which year's national policy on education? Option A 1956, option B 1968, option C 1986, option D 1992. Answer option B 1968. Fourth question, which organization promotes multilingual education globally? Option A WHO, option B UNESCO, option C UNI CEF, option D NCERT. Answer B UNESCO. Fifth question, the main purpose of the three language formula in India is to A. promote English over local languages, B. ensure uniformity in language education, option C. promote national unity and linguistic diversity, option D. replace mother tongue with Hindi. Option C. Answer option C. promote national unity and linguistic diversity. Sixth question, which state is known for implementing a multilingual education project for tribal students? Option A Kerala, option B Odisha, option C Tamil Nadu, option D Gujarat. Answer option B Odisha. Seventh question, according to educational research, learning in one's mother tongue primarily enhances. Option A social status, B cultural bias, C cognitive understanding, D political unity. Answer cognitive understanding. Eighth question, what is a major challenge in implementing multilingual education in India? Option A lack of student interest, option B shortage of trained multilingual teachers, option C government resistance, option D overuse of regional literature. Answer option B shortage of trained multilingual teachers. Ninth question, the NEP 2020's emphasis on regional language aims primarily to A. restrict English education, B. preserve cultural identity and improve learning outcomes, C. eliminate Hindi from schools, D. standardize all school curricula. Answer preserve cultural identity and improve learning outcomes. Last question, which of the following best explains the medium of instruction debate in India? Option A whether to teach only in English, B whether to balance global and local language needs in education, C whether to promote Hindi as the national language, D whether to remove regional languages from education. Answer whether to balance global and local language needs in education. Thank you.